നെയ്യാറ്റിൻകര കാരോട് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരോട് സ്വദേശി അനീഷാണ് മരിച്ചത്. പൊഴിയൂർ പോലീസ് കേസെടുത്തു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. അഖിൽ ഷാ, ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നാണ് കരുതുന്നത്? അസ്വാഭാവികത എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടോ? സുഹേൽ, ഈ ഘട്ടത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെന്ന് വ്യക്തമാകുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ നെയ്യാറ്റിൻകര കാരോടുള്ള ഒരു കിണറ്റിൽ നിന്ന് 32 വയസ്സുള്ള അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത ഒരു വീടായിരുന്നു അത്. അത് ഈ ശ്രീകല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഉടമസ്ഥയിലുള്ള വീടാണ്. അത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. അത്തരത്തിൽ ആ വീടിന്റെ പുറകുവശത്തുള്ള ഒരു കിണറിലാണ് ഈ അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ മരിച്ച യുവാവും അതുപോലെ തന്നെ മറ്റു 4 സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് ഈ കിണറ്റിന് വശത്തിരുന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു ആരോപണവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ ആരോപണം ഉൾപ്പെടെ കണക്കിലെടുത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മൃതദേഹം കണ്ടതിന് പിന്നാലെ പൊഴിയൂർ പോലീസ് സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അന്വേഷണങ്ങളോ വേണമോ എന്നുള്ള കാര്യത്തിൽ ഇനിയാകും തീരുമാനമുണ്ടാവുക. സുഹൈൽ, ശരി. നെയ്യാറ്റിൻകര കരോടാണ് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരോട് സ്വദേശി അനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നിലവിൽ അസ്വാഭാവികതകളില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.